വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്: ഞാൻ പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറിയതേ ഉള്ളൂ. അതെങ്ങനെ പറയും? താമസം മാറുക എന്ന് പറയാൻ നമുക്ക് മൂവ് ഇൻ എന്ന് പറയാം. സോ ഇപ്പം മാറിയതേ ഉള്ളൂ എന്നല്ലേ. ഐ ജസ്റ്റ് മൂവ്ഡ് ഇൻ ടു എന്ന് പറയാം. സോ ഐ ജസ്റ്റ് മൂവ്ഡ് ഇൻ ടു എ പുതിയ അപ്പാർട്ട്മെൻറ്റ്, ന്യൂ അപ്പാർട്ട്മെൻറ്റ്. സോ ഐ ജസ്റ്റ് മൂവ്ഡ് ഇൻ ടു എ ന്യൂ അപ്പാർട്ട്മെൻറ്റ്. ഞാൻ പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറിയതേ ഉള്ളൂ എന്നാണ് മീനിങ്. ഐ ജസ്റ്റ് മൂവ്ഡ് ഇൻ ടു എ ന്യൂ അപ്പാർട്ട്മെൻറ്റ്. ഇനി അടുത്തത്, എനിക്ക് ഒരു പുതിയ ജോഡി ഷൂസ് വാങ്ങണം എന്ന് പറയണം. പുതിയ ജോഡി ഷൂസ് എന്ന് പറയുന്നത് ന്യൂ പെയർ ഓഫ് ഷൂസ് എന്നാണ്. സോ എനിക്ക് വാങ്ങണം. I need to buy. So I need to buy a new pair of shoes. I need to buy a new pair of shoes. എനിക്ക് നിന്നെ അതിന് സഹായിക്കാൻ കഴിയും എന്ന് പറയണം. അപ്പോൾ കഴിയും എന്ന് പറയുന്നതിന് ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കഴിയും, ഐ ക്യാൻ. സഹായിക്കുക എന്നുള്ളത് ഹെൽപ്പാണ്. സോ ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. എനിക്ക് അതിന് നിന്നെ സഹായിക്കാൻ കഴിയും. ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. ഇന്ന് കാലാവസ്ഥ വളരെ നല്ലതാണ് എന്ന് പറയണം. വളരെ നല്ലത്, റിയലി നൈസ് എന്ന് പറയാം. കാലാവസ്ഥ എന്ന് പറയുന്നത് വെദർ എന്നാണ്. സോ ദ വെദർ ഈസ് റിയലി നൈസ്. ഇന്ന് എന്ന് പറയാം ടുഡേ. ദ വെദർ ഈസ് റിയലി നൈസ് ടുഡേ. കാലാവസ്ഥ ഇന്ന് വളരെ നല്ലതാണ്. ദ വെദർ ഈസ് റിയലി നൈസ് ടുഡേ. ഇനി അടുത്തത്, എനിക്ക് ഇന്നലെ രാത്രി ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടിയില്ല എന്ന് പറയണം. എനിക്ക് കിട്ടിയില്ല. അതെങ്ങനെ പറയും? ഐ ഡിഡൻറ്റ് ഗെറ്റ്. ഐ ഡിഡൻറ്റ് ഗെറ്റ്. ആവശ്യത്തിന് എന്ന് പറയുന്നത് ഇനഫ് എന്നാണ്. സോ ഐ ഡിഡൻറ്റ് ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. എനിക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടിയില്ല എന്നാണ്. ഇന്നലെ രാത്രി എന്ന് പറയുന്നത് ലാസ്റ്റ് നൈറ്റ് എന്നാണ്. സോ ഐ ഡിഡൻറ്റ് ഗെറ്റ് ഇനഫ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. ഇനി അടുത്തത്, ഞാൻ 5 മിനിറ്റിൽ നിന്നെ വിളിക്കാം എന്ന് പറയണം. 5 മിനിറ്റിൽ എന്ന് പറയുന്നത് ഇൻ 5 മിനിറ്റ്സ് എന്നാണ്. ഞാൻ നിന്നെ തിരികെ വിളിക്കാം എന്നല്ലേ. സോ ഐ വിൽ കോൾ യു ബാക്ക്. ഐ വിൽ കോൾ യു ബാക്ക് ഇൻ 5 മിനിറ്റ്സ്. ഐ വിൽ കോൾ യു ബാക്ക് ഇൻ 5 മിനിറ്റ്സ്. ഇനി അടുത്തത്, എനിക്ക് ബീച്ചിൽ സമയം ചെലവഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയണം. അപ്പം എനിക്കിഷ്ടമാണ് എന്ന് പറയാൻ ഐ ലവ് എന്ന് പറയാം. സമയം ചിലവഴിക്കുക, അതെങ്ങനെ പറയും? സ്പെൻഡ് ടൈം. സോ ഐ ലവ് സ്പെൻഡിങ് ടൈം എന്നാണ് പറയേണ്ടത്. ഇനി ലവ് കഴിഞ്ഞിട്ട് ടു എന്നുള്ള പ്രൊപ്പസിഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ലവ് ടു സ്പെൻഡ് ടൈം എന്ന് പറയുക. ടു എന്ന പ്രൊപ്പസിഷൻ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഐ ലവ് സ്പെൻഡിങ് ടൈം എന്ന് പറയുക. ബീച്ചിൽ എന്ന് പറയാൻ അറ്റ് ദ ബീച്ച് എന്ന് പറയാം. ഐ ലവ് സ്പെൻഡിങ് ടൈം അറ്റ് ദ ബീച്ച്. ഇനി അടുത്തത്, എനിക്ക് തോന്നുന്നു നമ്മൾ ട്രാഫിക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പുറപ്പെടണം എന്ന്. അതെങ്ങനെ പറയും? എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് നമ്മൾ നേരത്തെ പുറപ്പെടണം. വി ഷുഡ് ലീവ് ഏർലി. ട്രാഫിക് ഒഴിവാക്കാൻ എന്ന് പറയാം ടു അവോയ്ഡ് ട്രാഫിക്. ഐ തിങ്ക് വി ഷുഡ് ലീവ് ഏർലി ടു അവോയ്ഡ് ട്രാഫിക്. ഐ തിങ്ക് വി ഷുഡ് ലീവ് ഏർലി ടു അവോയ്ഡ് ട്രാഫിക്. അതായത് നമ്മൾ ട്രാഫിക് ഒഴിവാക്കാൻ നേരത്തെ പുറപ്പെടണമെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ മിടുക്കിയാണ് എന്ന് പറയണം. അപ്പം എന്തെങ്കിലും കാര്യത്തിൽ മിടുക്കുണ്ട് അല്ലെങ്കിൽ മിടുക്കിയാണ്, മിടുക്കനാണ് എന്നൊക്കെ പറയണമെങ്കിൽ ഗുഡ് അറ്റ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം. അപ്പോൾ അവൾ വളരെ മിടുക്കിയാണ് എന്നല്ലേ. ഷീ ഈസ് വെരി ഗുഡ് അറ്റ് പ്രശ്നം സോൾവ് ചെയ്യുന്നതിൽ എന്നെങ്ങനെ പറയും? സോൾവിങ് പ്രോബ്ലംസ്. സോ ഷീ ഈസ് വെരി ഗുഡ് അറ്റ് സോൾവിങ് പ്രോബ്ലംസ്. ഷീ ഈസ് വെരി ഗുഡ് അറ്റ് സോൾവിങ് പ്രോബ്ലംസ്. ഇനി അടുത്തത്, അത് ചെയ്യാൻ ഇന്നെനിക്ക് സമയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറയണം. എനിക്ക് തോന്നുന്നില്ല, ഐ ഡോണ്ട് തിങ്ക് എനിക്ക് സമയം ഉണ്ടാകുമെന്ന് എന്നെങ്ങനെ പറയും? ഐ വിൽ ഹാവ് ടൈം. അത് ചെയ്യാൻ, ടു ഡു ദാറ്റ്, ഇന്ന് എന്ന് പറയാം ടുഡേ. സോ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഹാവ് ടൈം ടു ഡു ദാറ്റ് ടുഡേ. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഹാവ് ടൈം ടു ഡു ദാറ്റ് ടുഡേ. അതായത് അത് ചെയ്യാൻ ഇന്ന് എനിക്ക് സമയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നാണ് മീനിങ്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഹാവ് ടൈം ടു ഡു ദാറ്റ് ടുഡേ. ഇനി അടുത്തത്, ഞാൻ എത്തുമ്പോൾ നിനക്കൊരു
കോൾ തരാം, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറയണം. അപ്പം കോൾ തരുക എന്നൊക്കെയുള്ള രീതിയിൽ പറയണമെങ്കിൽ ഗീവ് യു എ കോൾ എന്ന് പറയാം. ഐ വിൽ ഗീവ് യു എ കോൾ. ഞാൻ എത്തുമ്പോൾ എന്ന് പറയാം വെൻ ഐ അറൈവ്. ഐ വിൽ ഗീവ് യു എ കോൾ വെൻ ഐ അറൈവ്. ഐ വിൽ ഗീവ് യു എ കോൾ വെൻ ഐ അറൈവ്. അതായത് ഞാൻ എത്തുമ്പോൾ നിന്നെ വിളിക്കാം എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, ഇത് നിനക്കൊരു നല്ല അവസരമാണ് എന്ന് പറയണം. നല്ല അവസരം എന്ന് പറയാൻ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. സോ ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു അവസരമാണ് എന്നാണ്. നിനക്ക് എന്ന് പറയാം ഫോർ യു. ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. അതായത് നിനക്ക് ഇത് നല്ലൊരു അവസരമാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, എനിക്ക് വാഗ്ദാനങ്ങളൊന്നും നൽകാൻ കഴിയില്ല, പക്ഷെ ഞാൻ പരമാവധി ശ്രമിക്കും എന്ന് പറയണം. അതെങ്ങനെ പറയും? വാഗ്ദാനങ്ങളൊന്നും നൽകാൻ കഴിയില്ല എന്ന് പറയാൻ കാൺട്ട് മേക്ക് എനി പ്രോമിസസ് എന്ന് പറയാം. സോ ഐ കാൺട്ട് മേക്ക് എനി പ്രോമിസസ്, പക്ഷെ ഞാൻ പരമാവധി ശ്രമിക്കും. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഐ കാൺട്ട് മേക്ക് എനി പ്രോമിസസ് ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അതായത് എനിക്ക് വാഗ്ദാനങ്ങളൊന്നും നൽകാൻ കഴിയില്ല, പക്ഷെ ഞാൻ പരമാവധി ശ്രമിക്കും എന്നാണ് മീനിങ്. ഇനി അടുത്തത്, എനിക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം എന്ന് പറയണം. ഞാൻ നിങ്ങളെ അറിയിക്കാം എന്നെങ്ങനെ പറയും? ഐ വിൽ ലെറ്റ് യു നോ എന്ന് പറയാം. ലെറ്റ് സമ്മൺ നോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അറിയിക്കുക എന്നുള്ള അർത്ഥമാണ്. ഐ വിൽ ലെറ്റ് യു നോ. എനിക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ, വൺസ് ഐ ഹാവ് മോർ ഇൻഫർമേഷൻ. ഐ വിൽ ലെറ്റ് യു നോ വൺസ് ഐ ഹാവ് മോർ ഇൻഫർമേഷൻ. ഐ വിൽ ലെറ്റ് യു നോ വൺസ് ഐ ഹാവ് മോർ ഇൻഫർമേഷൻ. ഇനി അടുത്തത്, അദ്ദേഹം ആയിരിക്കണം പുതിയ മാനേജർ എന്ന് പറയണം. സോ ആയിരിക്കണം എന്ന് പറയാൻ മസ്റ്റ് യൂസ് ചെയ്യാം. സോ ഹീ മസ്റ്റ് ബി ദ ന്യൂ മാനേജർ. ഹീ മസ്റ്റ് ബി ദ ന്യൂ മാനേജർ. അദ്ദേഹം ആയിരിക്കണം പുതിയ മാനേജർ എന്നാണ് മീനിങ്. ഹീ മസ്റ്റ് ബി ദ ന്യൂ മാനേജർ. ഇനി അവർ അടുത്ത വർഷം വിദേശത്ത് പോയി പഠിക്കാൻ പോവുകയാണ് എന്ന് പറയണം. അപ്പം വിദേശത്ത് പോയി പഠിക്കുക എന്ന് പറയുന്നത് സ്റ്റഡി എബ്രോഡ് എന്നാണ്. സോ അവർ പോവുകയാണ് എന്നല്ലേ. ദേ ആർ ഗോയിങ് ടു സ്റ്റഡി എബ്രോഡ്. അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ. ദേ ആർ ഗോയിങ് ടു സ്റ്റഡി എബ്രോഡ് നെക്സ്റ്റ് ഇയർ. ഞാൻ മുമ്പ് ആ സിനിമ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ പറയും? ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടപ്പം ഹാവ് പ്ലസ് വേർബിൻ്റെ V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. കാണുക എന്നുള്ളത് സീ ആണ്, അതിൻ്റെ V3 ഫോം സീനാണ്. ഹാവ് സീൻ ദാറ്റ് മൂവി എന്ന് പറയാം. മുമ്പ് എന്ന് പറയാൻ ബിഫോർ. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി ബിഫോർ. ഞാൻ ആ സിനിമ മുമ്പ് കണ്ടിട്ടുണ്ട് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് പരസ്പരം അറിയാം എന്ന് പറയണം. അപ്പം അതെങ്ങനെ പറയും? പരസ്പരം എന്ന് പറയുന്നത് ഈച്ച് അതർ എന്നാണ്. സോ വി ഹാവ് നോൺ ഈച്ച് അതർ. വർഷങ്ങളായിട്ട് എന്ന് പറയാൻ ഫോർ ഇയേഴ്സ്. വി ഹാവ് നോൺ ഈച്ച് അതർ ഫോർ ഇയേഴ്സ്. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് പരസ്പരം അറിയാം എന്നാണ് മീനിങ്. വി ഹാവ് നോൺ ഈച്ച് അതർ ഫോർ ഇയേഴ്സ്. ഇനി അടുത്തത്, അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? ഓഫീസിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് ലീവ് ദ ഓഫീസ് എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളെന്നാ. സോ ഹി ഹാസ് ജസ്റ്റ് ലെഫ്റ്റ് ദ ഓഫീസ്. ഹി ഹാസ് ജസ്റ്റ് ലെഫ്റ്റ് ദി ഓഫീസ്. ഇനി അടുത്തത്, അവൾക്ക് ഈ സിനിമ ഇഷ്ടമാകില്ല അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെടില്ല എന്നുള്ള അർത്ഥത്തിൽ പറയണം. അതെങ്ങനെ പറയും? അവൾക്ക് ഇഷ്ടപ്പെടില്ല. ഷി വിൽ നോട്ട് ലൈക്ക് ഈ സിനിമ എന്ന് പറയാൻ ദിസ് മൂവി. ഷി വിൽ നോട്ട് ലൈക്ക് ദിസ് മൂവി. അവൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടില്ല എന്നുള്ള മീനിങ് ആണ്. ഷി വിൽ നോട്ട് ലൈക്ക് ദിസ് മൂവി. ഇനി അടുത്തത്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അതെങ്ങനെ പറയും? എവിടെ? വേർ. വേർ ഡു യു ലീവ്. വേർ ഡു യു ലിവ്. ലിവ് എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നുള്ള അർത്ഥമാണ്. വേർ ഡു യു ലിവ്. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എന്നോട് പറയൂ. അതെങ്ങനെ പറയും? എന്നോട് പറയൂ എന്ന് പറയുന്നത് ടെൽ മീ എന്നാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വാട്ട് യു നീഡ് അല്ലെങ്കിൽ വാട്ട് യു വോണ്ട് എന്ന് പറയാം. സോ ടെൽ മീ വാട്ട് യു നീഡ്. നിനക്ക് എന്താണ് ആവശ്യമെന്ന് എന്നോട് പറയൂ എന്നുള്ള മീനിങ് ആണ്. ടെൽ മീ വാട്ട് യു നീഡ്. ഇനി അടുത്തത്, ഇപ്പോൾ സമയം എത്രയാണ് എന്ന് ചോദിക്കണം.
സമയം എത്രയാണ് എന്ന് ചോദിക്കുന്നത് വാട്ട്സ് ദ ടൈം എന്നാണ്. അപ്പോൾ ഇപ്പോൾ സമയം എത്രയാണ്? വാട്ട്സ് ദ ടൈം നൗ. വാട്ട്സ് ദ ടൈം നൗ, അതായത് ഇപ്പോൾ സമയം എത്രയാണ് എന്നുള്ള മീനിങ് ആണ്. വാട്ട്സ് ദ ടൈം നൗ. ഇനി അടുത്തത്, നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നെങ്ങനെ പറയുന്നത്? ഐ വാസ് സ്ലീപ്പിംഗ്. ആയിരുന്നു എന്ന് പറയാനാണ് വാസ് യൂസ് ചെയ്തത്. ഐ വാസ് സ്ലീപ്പിംഗ്. നീ എന്നെ വിളിച്ചപ്പോൾ, വെൻ യു കോൾഡ് മീ. ഐ വാസ് സ്ലീപ്പിംഗ് വെൻ യു കോൾഡ് മീ. നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. ഐ വാസ് സ്ലീപ്പിംഗ് വെൻ യു കോൾഡ് മീ. ഇനി അടുത്തത്, അവർ പരീക്ഷയ്ക്കായി തയ്യാറായിരുന്നില്ല അല്ലെങ്കിൽ തയ്യാറല്ലായിരുന്നു. അതെങ്ങനെ പറയും? അവർ തയ്യാറല്ലായിരുന്നു. ദേ വർ നോട്ട് റെഡി. ദേ വർ നോട്ട് റെഡി. പരീക്ഷയ്ക്ക് എന്ന് പറയാം, ഫോർ ദ ടെസ്റ്റ് എന്ന് പറയാം. സോ ദേ വർ നോട്ട് റെഡി ഫോർ ദ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ പരീക്ഷയ്ക്കായി തയ്യാറായിരുന്നില്ല എന്നുള്ള മീനിങ് ആണ്. ദേ വർ നോട്ട് റെഡി ഫോർ ദ ടെസ്റ്റ്. ഇനി ഞാൻ ഈ പെരുമാറ്റം സഹിക്കില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? സഹിക്കുക എന്ന് പറയാൻ ടോളറേറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. സോ ഞാനിത് സഹിക്കില്ല. ഐ വിൽ നോട്ട് ടോളറേറ്റ് ഈ പെരുമാറ്റം. അതെങ്ങനെ പറയും? ദിസ് ബിഹേവിയർ. സോ ഐ വിൽ നോട്ട് ടോളറേറ്റ് ദിസ് ബിഹേവിയർ എന്ന് പറയാം. ഐ വിൽ നോട്ട് ടോളറേറ്റ് ദിസ് ബിഹേവിയർ. ഇനി വിൽ നോട്ട് ഷോർട്ടാക്കി വോണ്ട് എന്ന് പറയാം. ഐ വോണ്ട് ടോളറേറ്റ് ദിസ് ബിഹേവിയർ. ഞാൻ ഈ പെരുമാറ്റം സഹിക്കില്ല. ഇനി അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അതെങ്ങനെ പറയും? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. അവൾ എവിടെയാണെന്ന് അതെങ്ങനെ പറയും? വേർ ഷീ ഈസ്. ഐ ഡോണ്ട് നോ വേർ ഷീ ഈസ്. അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നാണ് മീനിങ്. ഐ ഡോണ്ട് നോ വേർ ഷീ ഈസ്. ഇനി എനിക്കവിടെ പോകണ്ട എന്ന് പറയണം. അതെങ്ങനെ പറയും? എനിക്ക് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ പറയേണ്ടപ്പം ഐ ഡോണ്ട് വോണ്ട് ടു എന്ന് പറയാം. ഐ ഡോണ്ട് വോണ്ട് ടു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എന്നുള്ള മീനിങ് ആണ്. അവിടെ പോകണ്ട എന്നല്ലേ? ഗോ ദെയർ. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ദെയർ. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ദെയർ. എനിക്കവിടെ പോകണ്ട എന്നാണ് മീനിങ്. ഇനി ഞങ്ങൾ ബസ് കാത്തു നിൽക്കുകയാണ് എന്ന് പറയണം. കാത്തു നിൽക്കുക എന്ന് പറയുന്നത് വെയിറ്റ് എന്നാണ്. അപ്പോൾ ഇതിപ്പം നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ടാണ് പറയേണ്ടത്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബസ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഞങ്ങൾ ബസ് കാത്തു നിൽക്കുകയാണ് എന്നാണ് മീനിങ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഇനി അത് ഇവിടെ നിന്ന് ദൂരെയാണോ? അത് ദൂരെയാണോ? ഇസ് ഇറ്റ് ഫാർ? ഇവിടെ നിന്ന് എന്ന് പറയാൻ ഫ്രം ഹിയർ. ഇസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ? അതിവിടെ നിന്ന് ദൂരെയാണോ? ഇസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ? ഇനി അത് ഇവിടെ നിന്ന് എത്ര ദൂരെയാണ് എന്നാ ചോദിക്കേണ്ടതെങ്കിലോ, എത്ര ദൂരെയാണ് എന്ന് പറയുന്നത് ഹൗ ഫാർ എന്നാണ്. അപ്പം എത്ര ദൂരെയാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ഹൗ ഫാർ ഇസ് ഇറ്റ് എന്ന് ചോദിക്കാം. ഹൗ ഫാർ ഇസ് ഇറ്റ്, അത് എത്ര ദൂരെയാണ് എന്നുള്ള മീനിങ് ആണ്. ഇവിടെ നിന്ന് എന്ന് പറയാം ഫ്രം ഹിയർ. ഹൗ ഫാർ ഇസ് ഇറ്റ് ഫ്രം ഹിയർ? ഹൗ ഫാർ ഇസ് ഇറ്റ് ഫ്രം ഹിയർ, അതായത് അത് ഇവിടെ നിന്ന് എത്ര ദൂരെയാണ് എന്നാണ് മീനിങ്. ഇനി എനിക്കൊരു ഇമെയിൽ അയക്കണം, അതെങ്ങനെ പറയും? ഇമെയിൽ അയക്കുക, സെൻഡ് ആൻ ഇമെയിൽ. സോ എനിക്കൊരു ഇമെയിൽ അയക്കണം എന്ന് പറയാൻ ഐ നീഡ് ടു സെൻഡ് ആൻ ഇമെയിൽ. ഐ നീഡ് ടു സെൻഡ് ആൻ ഇമെയിൽ. ഐ നീഡ് ടു സെൻഡ് ആൻ ഇമെയിൽ. എനിക്കൊരു ഇമെയിൽ അയക്കണം. ഇനി എനിക്ക് 10 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയണം. എനിക്കുണ്ട് എന്ന് പറയുന്നത് ഐ ഹാവ് എന്നാണ്. അപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഐ ഹാവ് എ മീറ്റിംഗ്. 10 മണിക്ക് എന്ന് പറയാൻ അറ്റ് 10 AM. സോ ഐ ഹാവ് എ മീറ്റിംഗ് അറ്റ് 10 AM എന്ന് പറഞ്ഞാൽ എനിക്ക് 10 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് എന്നാണ് മീനിങ്. ഐ ഹാവ് എ മീറ്റിംഗ് അറ്റ് 10 AM. ഇനി ഞാൻ നാളെ അവിടെ ഉണ്ടാകുമെന്ന് പറയണം. അതെങ്ങനെ പറയും? ഞാൻ അവിടെ ഉണ്ടാകും, ഐ വിൽ ബി ദെയർ. നാളെ എന്ന് പറയാൻ ടുമോറോ. ഐ വിൽ ബി ദെയർ ടുമോറോ എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ അവിടെ ഉണ്ടാകും എന്നാണ് മീനിങ്. ഐ വിൽ ബി ദെയർ ടുമോറോ. ഐ വിൽ ബി ദെയർ ടുമോറോ. ഞാൻ നാളെ അവിടെ ഉണ്ടാകും. ഇനി എനിക്ക് ഒരു അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് തുറക്കണമെന്ന് പറയണം. അതെങ്ങനെ പറയും? എനിക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയേണ്ടപ്പം ഐ വോണ്ട് എന്ന് പറയാം. സോ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് എന്നാണ്. സോ ഐ നീഡ് ടു
ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. എനിക്കൊരു അക്കൗണ്ട് തുടങ്ങണം എന്നുള്ള മീനിങ് ആണ്. ഇനി എനിക്ക് എങ്ങനെ പണം അയക്കാൻ കഴിയും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൗ ക്യാൻ ഐ ട്രാൻസ്ഫർ മണി? ഹൗ ക്യാൻ ഐ ട്രാൻസ്ഫർ മണി? പണം എങ്ങനെ അയക്കാൻ കഴിയും എന്നുള്ള മീനിങ് ആണ്. ഇനി എനിക്ക് കുറച്ച് പണം പിൻവലിക്കണം എന്ന് പറയണം. പിൻവലിക്കുക എന്ന് പറയുന്നത് വിഡ്രോ എന്നാണ്. സോ എനിക്ക് കുറച്ച് പണം പിൻവലിക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ നീഡ് ടു വിഡ്രോ സം മണി. ഐ നീഡ് ടു വിഡ്രോ സം മണി. എനിക്ക് കുറച്ച് പണം പിൻവലിക്കണം എന്നാണ് മീനിങ്. ഇനി എൻ്റെ ATM കാർഡ് നഷ്ടമായി എന്ന് പറയണം. നഷ്ടമായി എന്ന് പറയുന്നത് ലോസ്റ്റ് എന്നാണ്. സോ ഐ ലോസ്റ്റ് മൈ ATM കാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ATM കാർഡ് നഷ്ടമായി എന്നാണ് മീനിങ്. ഐ ലോസ്റ്റ് മൈ ATM കാർഡ്. ഇനി ഈ ബ്രെഡിന് എത്ര രൂപയാണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ പറയും? എത്രയാണ് എന്ന് ചോദിക്കുന്നത് ഹൗ മച്ച് എന്നാണ്. സോ ഹൗ മച്ച് ഇസ് ദിസ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഈ ബ്രെഡിന് എത്രയാണ് എന്നുള്ള മീനിങ് ആണ്. ഹൗ മച്ച് ഇസ് ദിസ് ബ്രെഡ്. ഇനി 4 മണിക്ക് ശേഷം ഞാൻ ഫ്രീ ആണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ആം ഫ്രീ ആഫ്റ്റർ 4 PM. ഐ ആം ഫ്രീ ആഫ്റ്റർ 4 PM. അതായത് 4 മണിക്ക് ശേഷം ഞാൻ ഫ്രീ ആണ് എന്നാണ് മീനിങ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിനക്ക് സമയമുണ്ടാകുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നിനക്ക് സമയമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഡു യു ഹാവ് ടൈം എന്നാണ്. ഡു യു ഹാവ് ടൈം? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ദിസ് ആഫ്റ്റർനൂൺ. ഡു യു ഹാവ് ടൈം ദിസ് ആഫ്റ്റർനൂൺ എന്ന് ചോദിച്ചാൽ ഇന്ന് ആഫ്റ്റർനൂൺ നിനക്ക് സമയമുണ്ടോ എന്നാണ് മീനിങ്. ഇനി ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഞാൻ ഉദ്ദേശിച്ചത് വാട്ട് ഐ മെൻറ്റ് എന്ന് പറയാം. സോ ദാറ്റ്സ് നോട്ട് വാട്ട് ഐ മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്നാണ് മീനിങ്. ദാറ്റ്സ് നോട്ട് വാട്ട് ഐ മെൻറ്റ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്നെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എന്നെ ഒന്ന് കാണിക്കാമോ? ക്യാൻ യു ഷോ മീ? ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഹൗ ടു ഡു ദിസ്. ക്യാൻ യു ഷോ മീ ഹൗ ടു ഡു ദിസ് എന്ന് ചോദിച്ചാൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്നെ ഒന്ന് കാണിക്കാമോ എന്നാണ് മീനിങ്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വളരെ നല്ലൊരു ആശയമാണ് എന്ന് പറയണം. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറയുന്നത് ഇൻ മൈ ഒപ്പീനിയൻ എന്നാണ്. ഇൻ മൈ ഒപ്പീനിയൻ അതൊരു വളരെ നല്ല ആശയമാണ് എന്ന് പറയാം. ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ എന്ന് പറയാം. ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. ഇനി അടുത്തത് ഞാനത് പറയാൻ പാടില്ലായിരുന്നു. എന്തെങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയേണ്ടപ്പം ഷുഡിൻറ്റ് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് വെർബ് V3 ഫോമിലായിരിക്കണം. അപ്പം പറയുക എന്നുള്ളത് സേ ആണ്, അതിൻ്റെ V3 ഫോം സെഡ് ആണ്. സോ ഐ ഷുഡിൻറ്റ് ഹാവ് സെഡ് ദാറ്റ്. ഞാനത് പറയാൻ പാടില്ലായിരുന്നു. ഐ ഷുഡിൻറ്റ് ഹാവ് സെഡ് ദാറ്റ്. ഇനി എനിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറയണം. അപ്പം എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്നത് ഐ എം നോട്ട് ഷുവർ എന്നാണ്. എനിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ എന്നെങ്ങനെ പറയും? ഇഫ് ഐ ക്യാൻ അറ്റൻഡ് ദ മീറ്റിംഗ്. ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ ക്യാൻ അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്നാണ് മീനിങ്. ഇനി ഇത് ശരിയായ തീരുമാനമാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയണം. അപ്പം എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് ഐ കാൺട്ട് ടെൽ എന്നാണ്. ഇത് ശരിയായ തീരുമാനമാണോ എന്ന്, ഇഫ് ദിസ് ഈസ് ദ റൈറ്റ് ഡിസിഷൻ. സോ ഐ കാൺട്ട് ടെൽ ഇഫ് ദിസ് ഈസ് ദ റൈറ്റ് ഡിസിഷൻ. അതായത് ഇത് ശരിയായ തീരുമാനമാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നാണ് മീനിങ്. ഇനി അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ശരിയായിട്ടുള്ള സമയം ഇതാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതെങ്ങനെ പറയും? എനിക്കുറപ്പില്ല. ഐ എം നോട്ട് ഷുവർ ഇത് ശരിയായിട്ടുള്ള സമയമാണോ എന്ന്. അതെങ്ങനെ പറയും? ഇഫ് ദിസ് ഈസ് ദ റൈറ്റ് ടൈം. അതിനെപ്പറ്റി സംസാരിക്കാൻ, ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഐ എം നോട്ട് ഷുവർ ഇഫ് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഇത് ശരിയായിട്ടുള്ള സമയമാണോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നെനിക്ക് ഉറപ്പില്ല എന്നാണ് മീനിങ്. ഐ എം നോട്ട് ഷുവർ ഇഫ് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഇനി അടുത്തത് അവൻ അവിടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കണം. വിൽ ഹി ബി ദെയർ. വിൽ ഹി ബി ദെയർ. അവൻ അവിടെ ഉണ്ടാകുമോ എന്നാണ് മീനിങ്. ഇനി
ഞാൻ അവനോടൊന്നും പറയില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വോണ്ട് ടെൽ ഹിം എനിത്തിങ്. ഐ വോണ്ട് ടെൽ ഹിം എനിത്തിങ്. ഞാൻ അവനോട് ഒന്നും പറയില്ല എന്നാണ് മീനിങ്. ഐ വോണ്ട് ടെൽ ഹിം എനിത്തിങ്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് ആണ് നമ്മൾ കണ്ടത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.